ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ സിസ്റ്റർ ബീന ജയ്, ആരാധന ലീഡ് ചെയ്ത് ആരാധനയ്ക്ക് നമ്മെ ഉത്സാഹിപ്പിച്ച, നമുക്ക് എൻകറേജ് തന്ന ജോഷുവ ജോസ്, ഈ രാത്രി ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവത്തിന്റെ ദാസന്മാർക്കും ദാസിമാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. എന്റെ പേരും സ്ഥലവും ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇന്ന് രാത്രിയും അല്പസമയം വചനവുമായി നിൽക്കാൻ ഒരു അവസരം ദൈവം തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷകൾ ദൈവമാ തന്നിരിക്കുന്നത്, ദൈവനാമ മഹത്വത്തിനു വേണ്ടിയാണ് ഇരിക്കുന്നത്. അത് എന്റെ പേരിനോ പെരുമയ്ക്കോ മറ്റോ ഒരു പ്രത്യേകതയ്ക്കും അല്ല. യേശു കർത്താവിന്റെ നാമം മഹിമപ്പെടും. കർത്താവിന് മാത്രമേ നമ്മെ രക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. കർത്താവിന് മാത്രമേ നമ്മെ വിടുവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ അനുഭവം കർത്താവിനാൽ വിടുവിക്കപ്പെട്ടു എന്നതാണ്. കർത്താവിനാൽ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാനായിട്ട് അതിനുവേണ്ടി നമ്മൾ ഒന്നും ചെയ്തില്ല, നമ്മളെ വിശ്വസിച്ചത് മാത്രമേ. സ്തോത്രം. കർത്താവാണ് സകലതും അതിനു വേണ്ടി മുതലായി അഥവാ വിലയായി കൊടുത്തത്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി തന്നെ തന്നെ തന്നു എന്ന് വേണം. രക്തം ചിന്തി ജീവൻ തന്ന് നമ്മൾ അനുഭവിക്കേണ്ട എല്ലാ ക്ലേശങ്ങളിൽ നിന്നും വിടിവിച്ച് അവിടുത്തെ നാമത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുന്നത് തന്നെ നമുക്കൊരു വലിയ ഉറപ്പാണ്. പലർക്കും ഉറപ്പില്ല. പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷണിച്ചു മടുത്തു പോകും. എന്നാൽ ഈ പ്രയർ ഗ്രൂപ്പ് പ്രയർ ഇന്ന് വരെ ശക്തമായി നയിക്കപ്പെടാൻ ഇടയാക്കിയതുകൊണ്ട് സ്തോത്രം ചെയ്യുക. സ്തോത്രം. പ്രിയപ്പെട്ട ദാസിയും ഇതിന്റെ മുൻപിലും ഒക്കെ പ്രവർത്തിക്കുന്ന എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുന്നത്. ഞാൻ അടുത്ത സമയത്താണ് ഈ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെടാൻ ഇടയായിത്തീർന്നത്. അവസരം എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ലഭിച്ചു. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്നും ദൈവത്തിന്റെ ദാസി വേഗത്തിൽ വിളിച്ചപ്പോൾ ഞാൻ തയ്യാറായില്ലായിരുന്നു. എന്നാലും ദൈവമാണല്ലോ ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരു ഉപകരണം മാത്രമാണ്, ഉപയോഗിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവസ്ഥലായിരിക്കാം. നിങ്ങളെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. 46 പേര് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ ദേശങ്ങളിൽ നിന്നും വിവിധ ഭവനങ്ങളിൽ നിന്നും ഒക്കെ ആയിരിക്കുമല്ലോ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് കാണാനും അറിയാനും കേൾക്കാനും ഒക്കെ പരിധിയുണ്ട്, എന്നാൽ ദൈവത്തിന് യാതൊരു പരിധിയുമില്ല. ഫ്രഷ്തലം. നമ്മുടെ ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ദൈവങ്ങളുടെ ബഹളമാണ്. ദൈവങ്ങൾ തന്നെ കൂട്ടിമുട്ടലൊക്കെ അവസ്ഥ. അപ്പൊ അവരൊക്കെ ദേശീയ ദൈവങ്ങളാണ് പറയുന്നത്. സ്തോത്രം. എന്നാൽ നമ്മുടെ ദൈവം സർവശക്തനായ മഹാദൈവമാണ്. വാക്കുകൾ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. സമയത്ത് തന്നെ ഞാനൊരു സഭാ ശുശ്രൂഷ ചെയ്യുന്ന ആളായതുകൊണ്ട് സമയം ഞാൻ പാലിക്കുന്ന ആളാണ്. ഒരല്പം മുമ്പേ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ ആത്മാവ് അതുപോലെ വല്ല ശക്തമായി ഇടപെടുകയാണെങ്കിൽ ഒരല്പം കൂടെ മുൻപോട്ട് പോയാലും എല്ലാവരും ക്ഷമിക്കണം. ഗൾഫിലോ മറ്റേ ഇടങ്ങളിലൊക്കെ ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ജോലിക്ക് പോകണം. അങ്ങനെ അതുകൊണ്ട് അവർ പെട്ടെന്ന് ഇറങ്ങിപ്പോകും. പക്ഷെ ഇന്ന് രാത്രി നമുക്ക് അങ്ങനെ കുഴപ്പമില്ലല്ലോ. സ്തോത്രം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഒരല്പ സമയത്തെ ചിന്തയ്ക്കായിട്ട് ദൈവം തന്ന ഒരു വചനം ആദ്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്നൂടെ ഓർപ്പിക്കുന്നു. പിന്നെ ഈ ശുശ്രൂഷയുടെ മധ്യേ നിങ്ങള് ഓഫായിരിക്കണം. നിങ്ങളുടെ മൈക്ക് മ്യൂട്ടായിരിക്കും. ഇടയ്ക്ക് വന്നാൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾ അങ്ങനെ ഇല്ല എങ്കിലും അഥവാ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നാൽ അത് ശ്രദ്ധിക്കണമേ എന്ന് ദയവായിട്ട് ഓർപ്പിക്കുന്നു. വായിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 10-11 വാക്യം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 10-11 വാക്യം. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സത്യവചനം സാക്ഷിവചനം ഹേതുവായും ജയിച്ചു മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്ന 10-11 വാക്യങ്ങൾ. താങ്ക് യു. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ,
ഈ രാത്രിയും അങ്ങയുടെ പാദപീഠം ഞങ്ങൾക്ക് ചേർന്ന് വരുവാനുള്ള ഭാഗ്യവും കൃപയും തന്നതിനായിട്ട് സ്തോത്രം. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ അഡ്മിനായി നേതൃത്വങ്ങൾ കൊടുക്കുന്ന നിന്റെ ദാസി മറ്റു ദൈവദാസന്മാരെല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി ഞങ്ങൾക്ക് കൂടി വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, അനേക വിഷയങ്ങൾ കൂടി പ്രാർത്ഥിപ്പാനൊക്കെ ഞങ്ങളെ സഹായിച്ചല്ലോ. ഒടുവിലായിട്ട് തിരുവചനത്തിന്റെ മുൻപിൽ ഞങ്ങളായിരിക്കും. ഞങ്ങൾ വായിച്ചു കേട്ട വചനത്തിൽ കൂടെ സംസാരിപ്പാൻ ദൈവം ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് തന്നെ നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിനകത്ത്, ഞങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കും. അടിയനെ സമർപ്പിക്കുന്നു, അങ്ങയുടെ ജനത്തെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയത് ചെയ്യും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഞാൻ 11-ാം വാക്യത്തിലെ ഒരു ഭാഗമെടുത്താണ് ഇന്ന് രാത്രി ശുശ്രൂഷിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രത്യേകതകളാണ് പറയാനാഗ്രഹിക്കുന്നത്. 10-ാം വാക്യത്തിൽ പറയുന്നു, അപവാദിയായ പിശാചിനെ തള്ളിയിട്ട് കളഞ്ഞു. അപ്പൊ നമ്മൾ ഓർക്കണം, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു. എന്നാൽ പിശാച് പ്രവർത്തിക്കുന്നുണ്ട്. കർത്താവിന്റെ കാൽവറി മരണത്തിന് മുമ്പായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞ ചില വചനങ്ങൾ എന്റെ ഓർമ്മയിൽ വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം വായിക്കട്ടെ, ശ്രദ്ധിച്ചാൽ. 14-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിൽ പറഞ്ഞു, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. സ്തോത്രം. അപ്പൊ നോക്കിയേ, ലോകത്തിനൊരു പ്രഭുവുണ്ട്, ലോകത്തിനൊരു ദൈവമുണ്ട്. ആമേൻ. മാത്രമല്ല, ദൈവത്തിന് ശത്രുവുണ്ട്, ദൈവജനത്തിനും ശത്രു ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പക്ഷെ നമ്മൾ ആരാണ്? നമ്മൾ ദൈവം എങ്ങനെയാണ് ആക്കിയിരിക്കുന്നത് എന്ന് നമുക്കൊരു വലിയ ബോധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ രക്തത്തെ കുറിച്ചാണ് ഒരല്പസമയം പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കാം. ഇനി ഒരു 9 മണി വരെയാണല്ലോ സമയം. ഇനി ഒരു 45 മിനിറ്റ് ഇല്ല. അപ്പൊ അത് ആ സമയം കൂടെ ഞാൻ നിർത്താനാണ്. ഇവിടെ വായിച്ചത് 11-ാം വാക്യം, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഇന്ന് ഭൂമിയിൽ എവിടെ നോക്കിയാലും ജീവിക്കാൻ വേണ്ടി തത്രപ്പെടുന്ന എന്ത് പദ്ധതിയും ചെയ്യുന്ന മനുഷ്യകുലമാണ്. എന്തെല്ലാമാ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത്, യേശുക്രിസ്തുവിന്റെ രക്തം ഹേതുവായി അവർക്കൊരു ജയമുണ്ട്. മാത്രമല്ല, അവർ തങ്ങളുടെ സാക്ഷ്യവചനം കൊണ്ടും ജയിച്ചു. അപ്പൊ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം. ആമേൻ. ധാരാളം പേര് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ പ്രെയർ ഗ്രൂപ്പിൽ കയറിയിട്ട് അല്ലെങ്കിൽ കർത്താവിനെ അറിഞ്ഞിട്ട് തോറ്റു പോകുന്ന ഒരു ജീവിതം ആർക്കും ഉണ്ടാകരുത്. അത് എന്റെ ആഗ്രഹമാണ്. ഹല്ലേലൂയ. അപ്പൊ നോക്കി, യേശുക്രിസ്തുവിന്റെ രക്തം ഹേതുവായിട്ട്, രക്തത്താൽ നമുക്ക് ജയം വരിക്കാനായിട്ട് കഴിയും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടും. ആരെങ്കിലും തോറ്റ് ക്ഷീണിച്ച് പരാജയപ്പെട്ട് ആമേൻ പോകുമോ എന്ന് സന്ദേഹിക്കുന്നെങ്കിൽ അതിന്റെ ആവശ്യമില്ല. യേശുക്രിസ്തുവിന്റെ രക്തം എന്റെ പാപമോചനത്തിന്, എന്റെ വീണ്ടെടുപ്പിന്, എന്റെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും പുതുക്കുവാനായിട്ട് അത് പര്യാപ്തമാണെന്ന് ഉള്ള വലിയൊരു ഉറപ്പ് ഇന്ന് രാത്രി ഉണ്ടായിരിക്കും. അപ്പൊ തന്നെ ഓർത്തോണം, അപവാദങ്ങൾ പറയാം. ഇപ്പൊ നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയ നിമിത്തം അങ്ങ് മനുഷ്യനെ അങ്ങ് വല്ലാത്ത ഉപദ്രവിക്കുന്ന, ഇനിയിപ്പൊ ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു വാക്ക് കിട്ടിയാൽ അത് പിടിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് പരിപാടി ചെയ്യുന്നവരുമുണ്ട്. ഇവിടെ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുക. ഉണ്ടേലും എനിക്കൊന്നുമില്ല, അത് വേറെ കാര്യം. ഞാൻ അതൊന്നും വലിയ മൈൻഡ് ചെയ്യുന്ന ആളും അല്ല. സ്തോത്രം. എനിക്ക് എൻ്റെ യേശുവുമായിട്ടും ഞാനുമായിട്ടൊരു ബന്ധം ഉണ്ട്, അതിന് ഉറപ്പാണ്. പക്ഷെ എനിക്ക് പോകേണ്ടത്, പറയേണ്ടത്, ചെയ്യേണ്ടത്, നിൽക്കേണ്ടത് എല്ലാറ്റിനും മാതൃകയുണ്ട്, വചന അടിസ്ഥാനമുണ്ടെന്ന് വളരെ വ്യക്തമാണ് വചനത്തിലുണ്ട്. സ്തോത്രം. ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ രക്തം ഹേതുവായി
തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും അവർ അവനെ ജയിച്ചു എന്ന് ഇന്ന് രാത്രി നമ്മോട് ദൈവത്തിന്റെ വചനം പറയാം. അപ്പൊ ഈ രക്തത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഒരല്പസമയം ഒന്ന് ചിന്തിക്കാനായിട്ടാണ് ആഗ്രഹം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരും തോറ്റുപോകരുത്. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവ പൈതലായി തീർന്ന ദൈവ മകനും മകളുമായി തീർന്ന ആരും ദൈവവേലയ്ക്ക് വിളിച്ച് ആരും പരാജയപ്പെടരുത്. പരാജയപ്പെടുത്തുവാനായി ലോകവും പിശാചും മനുഷ്യനും എല്ലാം കൂടെ പരിശ്രമിക്കുമ്പോൾ നിനക്ക് വേണ്ടി ജീവിക്കുന്ന, നിനക്ക് വേണ്ടി രക്തം ചിന്തിയ ഒരു കർത്താവ് ഉണ്ടെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുക. പാരമ്പര്യത്തിന്റെ നൂലാമാലകളിൽ കുടുങ്ങി പരാജയപ്പെട്ടു പോകുന്ന, സന്ദേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വചനം വിളിച്ചു പറയട്ടെ, ആമേൻ. യേശുക്രിസ്തുവിന്റെ രക്തം ഹേതുവായി ഞാൻ ജയിക്കും. ആമേൻ. അവർ തങ്ങളുടെ സാക്ഷ്യവചനം. ഇന്ന് നമുക്കറിയാം, ഈ മനുഷ്യന് സത്യം എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. ഇപ്പൊ രാഷ്ട്രീയ കൊടുംചൂടൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം രാഷ്ട്രീയം അതിനെന്തോ പറയുന്നേ, അത് ഒത്തിരി വാക്ക്, അതൊന്നും ഞാൻ പറയാനായിട്ട് തയ്യാറാകുന്നില്ല. അപ്പൊ പലരും മോഹന വാഗ്ദാനങ്ങൾ ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, ഭയങ്കര പരിപാടി നടക്കുകയാ. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം, ലോകത്തിൽ അങ്ങനെയൊക്കെ നടക്കുള്ളൂ. പക്ഷെ കർത്താവ് ഒരിക്കലും പോഷ്ക് പറയുന്നവനല്ല, സത്യം മാത്രമേ പറയുന്നു. സത്യമാണ് കർത്താവ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന കർത്താവ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജയിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? നമ്മുടെ സാക്ഷ്യവചനം, നമ്മുടെ വാക്കുകൾ നമ്മളെ തോൽപ്പിക്കാനിടയായി. നമുക്കറിയാം, യാക്കോബിന്റെ ലേഖനത്തിൽ വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തിയൂടെ വേണമെന്ന യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു. വിശ്വാസം മാത്രം പറഞ്ഞാൽ പോലെ. എന്നാൽ പൗലോസ് വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനം അനേക ലേഖനങ്ങളിൽ കൂടെ അതാ എഴുതിയിരിക്കുന്നത്. വിശ്വാസം, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ വചനം കൊണ്ട് ഒരുപാട് പേര് രക്ഷ പ്രാപിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ പറയുമ്പോൾ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നാം ചെറിയ ഒരവയവമെങ്കിലും വലിയ കാട് കത്തിക്കുന്നു. ആമേൻ. പിന്നെ നാം ഒരു ചെറിയ അവയവമെങ്കിലും ഒരു തീയ. അപ്പൊ നമ്മൾ അനുഭവിക്കേണ്ട ഒരുപാട് നന്മകളെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൊണ്ട് ഇല്ലാതാക്കിക്കളയും. ഇല്ലാതാക്കും മാത്രമല്ല, അത് ബാക്കിയോട് ദഹിപ്പിച്ചു. തീ നമുക്കറിയാമല്ലോ, തീ വീണാലും പടർന്നങ്ങ് കയറുക. എവിടെയൊക്കെ ചെല്ലും, എങ്ങനെ ചെല്ലുന്നൊന്നും ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. അതുപോലുള്ള അവസ്ഥയിലേക്ക് കാറ്റൂടെ അടിച്ചാൽ അതുപോലെ. അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സാക്ഷ്യവചനം എന്താണ്? സാക്ഷ്യവചനം, യേശുവിനെ രക്ഷിച്ചു, ഞാൻ യേശുവിന്റെ വകയാണ്, ഞാൻ ലോകത്തിൻ്റെതും എന്റേതും അല്ല എന്ന് ഒരു വലിയ ഉറപ്പ് നമുക്ക് ലഭിക്കണം. കർത്താവായ യേശുക്രിസ്തു തന്റെ മരണത്തിന് മുമ്പ് അത്താഴം കഴിഞ്ഞ ശേഷം പറയുന്ന ഒരു വാക്കുണ്ട്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 28-ാം വാക്യം. ഇത് പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. അതായത് അവർ അത്താഴം കഴിക്കുമ്പോൾ പാനപാത്രം എടുത്ത് വാഴ്ത്തി ദൈവം കൊടുക്കുമ്പോൾ പറയുകയാണ്, ഇത് നിങ്ങൾ ഇതിനെ ഓർക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ രക്തം ഞാൻ ഒഴിക്കാൻ പോകുക. ആ രക്തം പാപമോചനത്തിനായി ചൊരിയുന്ന ഒരു പുതിയ നിയമമാണ്. ആ രക്തം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ നിയമം അഥവാ പുതിയൊരു വ്യവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുന്നതാണ് എന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അപ്പൊ പാപമോചനത്തിനായി ചൊരിയുന്ന യേശുക്രിസ്തുവിന്റെ രക്തമാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തം എന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ പര്യാപ്തമാണെന്ന് വിശ്വസിച്ച്, പാപിയാണെന്ന് ബോധ്യപ്പെട്ട്, പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരു ദൈവ പൈതലിനെ ഏതൊരു വ്യക്തിയാകട്ടെ, ഏതൊരു ഭാഷക്കാരനാകട്ടെ, ഏതൊരു ജാതിക്കാരനാകട്ടെ, ഏതൊരു വ്യക്തി ജീവിതമാകട്ടെ, അവന്റെ പാപത്തിന് മോചനം ലഭിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പിശാചിന് വലിയൊരു പദ്ധതിയുണ്ട്. നീ ഗുണമുള്ളവളല്ല, നീ ഇന്ന കുറ്റമായി ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് നമ്മെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇടുന്ന ഒരു സാനുഭവം ഉണ്ട് ലോകത്തിൽ. അത് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വേണ്ട. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനവും നിത്യജീവനും പ്രാപിച്ച ഒരു ദൈവ പൈതലെ, നീ ഇനിയും കർത്താവിൽ കൂടെയാണ് ദൈവം നമ്മെ നോക്കുന്നത്. യേശു
യേശുക്രിസ്തുവിന്റെ രക്തം ഹേതുവായിട്ടാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. നീതീകരണം എന്നൊക്കെ പറയുമ്പോൾ ഒരു കോടതി ഭാഷയാ. എന്ന് പറഞ്ഞാൽ പാപിയായ മനുഷ്യൻ ഒരു കാരണവശാലും ദൈവ കോടതിയുടെ മുമ്പിൽ നിന്ന് വിടിവിക്കപ്പെടാൻ പറ്റത്തില്ല. ദൈവം അങ്ങനെ അഥവാ ചെയ്തെങ്കിൽ ദൈവം നീതിയുള്ള ദൈവമല്ല. അപ്പൊ അതിനു വേണ്ടിയാണ് മനുഷ്യനെ ശിക്ഷിക്കണം, അപ്പോൾ തന്നെ ദൈവത്തിന്റെ സ്നേഹം മനുഷ്യനെ വിടുവിക്കണം, അഥവാ വീണ്ടെടുക്കണം. അതിനുവേണ്ടിയാണ് ദൈവം തമ്പുരാൻ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചത്. യേശുക്രിസ്തുവിനെ അയച്ചത് തന്നെ മരിക്കാൻ വന്ന ഒരു നേതാവ് ഈ ഭൂമിയിലില്ല, ജീവിക്കാനാ വന്നത്. പക്ഷേ യേശു വന്നതോ എന്റെ പാപത്തിനും എന്റെ ശാപത്തിനും എന്റെ രോഗത്തിനും കാൽവറിയിൽ പരിഹാരം വരുത്തിയിട്ട് ആ ഊറ്റിയ രക്തം കൊണ്ട് മനുഷ്യന്റെ പാപത്തെ, പാപത്തിന്റെ കറയെ, പാപത്തിന്റെ ശിക്ഷയെ കഴുകിക്കളഞ്ഞിട്ട് പിതാവാം ദൈവത്തിന് നമ്മെ മക്കളാക്കി പദവികൾ തന്ന് സ്വീകരിക്കുന്ന ഒരു നല്ല കർത്താവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ആ കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാനാണ്. അപ്പൊ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിനു വേണ്ടിയിൽ കാൽവരി ക്രൂശിൽ മരിച്ചു, നമുക്ക് വേണ്ടി അടക്കപ്പെട്ടു. ആ രക്തം നമ്മുടെ ജീവിതത്തിന് പാപമോചനം മാത്രമല്ല നൽകുന്നത്, നമ്മുടെ മേലൊരു അടയാളമായിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വേഗത്തിൽ മുൻപോട്ടോട്ട്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ നീതിരിക്കപ്പെട്ടു എന്നാണ് റോമാലേഖനം 5-ാം വാക്യത്തിൽ പറയുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നാം നീതീകരിക്കപ്പെട്ടവരായി. അപ്പൊ ഇനി നമ്മൾ നീതീകരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന്റെ മക്കളായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി 1 പത്രോസിലെ 1-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ വായിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, വെള്ളി പൊന്ന് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മെ ദൈവം വിലയ്ക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നോക്കണമേ, വെള്ളി പോലും ഈ ലോകത്തിലെല്ലാം അഴിഞ്ഞു പോകുന്നതാ. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് യാതൊരു മാറ്റവുമില്ല. നമ്മെ വീണ്ടെടുത്ത് നമ്മെ ദൈവത്തിന് വിലയേറിയവരും മാന്യരുമായി തീർത്തു എന്ന് ഉറപ്പുള്ളവരെ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാണ്. ഹല്ലേലൂയ. എന്നെ ഈ വചനമൊക്കെ വല്ലാതെ പിടിച്ചു നിർത്തുന്ന ഒരു ഭാഗമാണ്. സ്തോത്രം. വെള്ളി പൊന്നെ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ ഒരു കുഞ്ഞാട്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന് മുമ്പായി വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറയുന്നതാ, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ നോക്കണമേ, നിർമ്മലമായ രക്തം, നിർദോഷമായ രക്തം, പാപം ഏശാത്ത രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞത് മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി അവന്റെ മക്കളാക്കി തീർത്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഈ രക്തം കൊണ്ട് നമ്മെ പാപങ്ങളെ കഴുകി നമ്മെ നീതീകരിച്ച് വിശുദ്ധീകരിച്ച് ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിലേക്ക് ആക്കി തീർക്കുന്നതാണ് ഈ രക്തം. മാത്രമല്ല, അവിടെ ഒരു പദവിയോടെ നമുക്ക് തരികയാ. നമ്മള് വിലയേറിയവരാണ്. ചിലർ നോക്കി, അല്ലെങ്കിൽ പണം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും യോഗ്യത കൊണ്ടും ഒക്കെ വ്യത്യസ്തമായ അനുഭവങ്ങളുള്ള മനുഷ്യരാണല്ലോ ലോകത്തിലെല്ലായിടത്തും ഉള്ളത്. അന്നേരം അവർ പറയും, അവനെ കൊള്ളത്തില്ല, അവളെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ നീ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അവർക്ക് ഇവിടം കൊണ്ട് തീരുവയുള്ള പറച്ചിലൊക്കെ. പക്ഷേ നിനക്ക് വേണ്ടി വിലയേറിയ രക്തം ഊറ്റി, ആ വിലയേറിയ രക്തത്താൽ നിന്നെ വീണ്ടെടുത്ത് ദൈവത്തിന് വിലയുള്ളവരാക്കി തീർത്തെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ പൊതുവിൽ ഒരു ആലോചന പറയാം. ചിലർ നിന്ദിക്കപ്പെടുന്നുണ്ട്, ചിലര് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്, ചിലപ്പോൾ നിരാശകൾ വരുന്ന ചില വാക്കുകളുടെ മുമ്പിൽ പതറിപ്പോകാറുണ്ട്.
പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ആത്മാവ് പറയുക, അവര് പറയട്ടെ, പക്ഷെ നീ ദൈവത്തിനാരാ? വിലയേറിയവനും വിലയേറിയവളുമാണെന്ന് ഉറപ്പുള്ളവര് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. എല്ലാം നിരാശകളും മാറിപ്പോകട്ടെ. ആമേ പിൻപറ്റി വരുന്നല്ല പഴിയുടെയും ദുഷിയുടെയും അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു പ്രാർത്ഥനയിൽ സംബന്ധിച്ചത് കൊണ്ടോ, ഒരു പള്ളിയിൽ പോയത് കൊണ്ടോ, ഒരു ബന്ധക്കോതിൽ പോയത് കൊണ്ടോ ദൈവമക്കളാകത്തില്ല. സ്തോത്രം. ഓർത്തോണേ, യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയെന്ന്, ആ രക്തത്തിന്റെ വിലയാണ് ഞാനെന്ന്, ഞാൻ വിലപ്പെട്ടവനും വിലപ്പെട്ടവളുമാണെന്ന്, വിലയേറിയവളും മാന്യയുമാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. എന്നാൽ ചില മനുഷ്യര് പെട്ടെന്ന് മനസ്സുകൊണ്ട് അങ്ങ് ക്ഷീണിച്ചു പോകും ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോഴേ. സ്തോത്രം. എന്റെ ഈ ജീവിതത്തിൽ ഞാനൊരു മനുഷ്യനാ, ചിലപ്പോ ഒക്കെ അങ്ങനെയൊക്കെ അങ്ങ് വന്നു പോകും. പക്ഷെ ആരംഭ സമയത്തൊക്കെ ഈ കർത്താവിന്റെ വേലയ്ക്കൊക്കെ ഇറങ്ങിയപ്പം ഇങ്ങനൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. പ്രയാസം വരുമ്പോ പിന്നെ ദൈവസന്നിധിരുന്ന അപ്പ ഇങ്ങനൊക്കെ ആയിരുന്നോ എന്നൊക്കെ അങ്ങ് ചിലപ്പോ അങ്ങ് ചോദിക്കും. അവിടെ അല്ലെങ്കിൽ അത് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഞാന് എന്തേലും ഒരു ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ വേണ്ടു. പക്ഷെ നമ്മുടെ കർത്താവിനെ ഒന്ന് നോക്കിയേ, ഈ എന്തെല്ലാം നിന്ന് സഹിച്ചു അല്ലേ, എന്തെല്ലാം കഷ്ടം സഹിച്ചു, എന്തെല്ലാം പീഡനം സഹിച്ചു, എന്തെല്ലാം വേദന സഹിച്ചു. അതിന്റെ ഒരു ഗുണിശം പോലും നമ്മൾ ആരും അനുഭവിക്കുന്നില്ല. അവൻ അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു ധൈര്യം നമുക്ക് വേണം. ഞാൻ യേശുവിന് വേണ്ടി വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു ദൈവ പൈതലാണ് എന്നൊരു ഉറപ്പ് നമുക്കുണ്ടാകണം. ഇന്ന് രാത്രി ഈ വാഹനം തൊടുമ്പോ ദൈവാത്മാവ് ചിലരോട് പറയുക, ആമേ ചില വാക്കുകളോ ചില ഒറ്റപ്പെടലെ അനുഭവങ്ങളോ ചില സാഹചര്യങ്ങളോ ഒക്കെ വന്നാലും ക്ഷീണിച്ചു പോകരുതേ. ക്ഷീണിച്ചു പോകാതെ പറയണം, ഞാൻ എൻ്റെ ദൈവത്തിന് വിലപ്പെട്ടവനാണ്, വിലയേറിയവനാണ്, വിലയേറിയവളാണ് എന്ന് പറയാൻ നമ്മുടെ അകത്ത് തന്നെ ഒരു ഉറപ്പും ധൈര്യം ഉണ്ടായിരിക്കണമെന്ന് ഇന്ന് രാത്രി ആത്മാവ് പറയുക. പിന്നെ ഈ പിശാചിന്റെ പദ്ധതി ഉണ്ടല്ലോ, നിരാശയുടെ വാക്കുകളും സംശയത്തിന്റെ അനുഭവങ്ങളും ഒക്കെ കൊണ്ടുവരും. നമുക്കറിയാം, അബ്രഹാം വിലപ്പെട്ട ദൈവവിളി കേട്ട് ആമേൻ പാരമ്പര്യമായിട്ടൊന്നും ക്രിസ്ത്യാനി അല്ലായിരുന്നു, യേശുവിനെ ദൈവത്തെ അറിയത്തില്ലായിരുന്നു. പക്ഷേ ആമേൻ ദൈവം തന്നോട് സംസാരിച്ചപ്പോൾ ദൈവം തന്നോട് സംസാരിച്ചെന്നൊരു ഉറപ്പ് കിട്ടി. പറഞ്ഞു, അവൻ നിന്റെ കടിപ്രദേശത്ത് തന്നെ ഞാൻ നിനക്കൊരു തലമുറയെ തരുമെന്ന്. പക്ഷേ ദീർഘനാളുകൾ പ്രാർത്ഥിച്ചിട്ടും തലമുറയൊന്നും കിട്ടിയില്ല. ആമേൻ. സാറ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ മിസ്രൈമിയ ദാസി ഉണ്ടല്ലോ, ആമേൻ, അവിടെ അടുക്കൽ നമുക്കൊരു തലമുറ കിട്ടും. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ഒക്കെ മുറുകെ പിടിച്ചോണ്ട് പ്രാർത്ഥിച്ചാൽ മതി. കുറുകുവഴിയിലൊന്നും പോകരുത്. പെട്ടെന്ന് ഇപ്പൊ ഈ പണ്ടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കണക്ക് ചെയ്യുന്നവര് വരെ മനക്കണക്കെന്നൊക്കെയാ പറയുന്നത്. ചെട്ടന്ന് കുറുക്ക് വഴിയുമാണ് കണക്ക് ചെയ്യുക എന്നൊക്കെ പറയാം. അതുപോലെ കുറുക്ക് വഴിയൊന്നും ആരും ഉപയോഗിക്കരുത്. വിശ്വസ്തയോടെ നിന്നാൽ തക്ക സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ ഇടയായി തരും. വിശ്വാസമുള്ളവർ സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. ആമേൻ. അവൻ ഈ വിശ്വാസത്തിൽ നിലനിൽക്കുമോ എന്ന് ചിലപ്പോ ചില പരിശോധനയൊക്കെ ജീവിതത്തിൽ വരാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് ആരും ക്ഷീണിച്ചു പോകരുത്. നമ്മൾ ദൈവത്തിന് വിലയേറിയവരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആമേൻ. അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഈ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നമ്മെ ഒന്ന് വായിച്ചോട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അതിന്റെ 6-ാം വാക്യം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും യോഗ്യന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേ. നമ്മെ നോക്കണമേ, നമ്മെ സ്നേഹിക്കുന്നവൻ. ദൈവമക്കളെ, മാതാപിതാക്കൾ മക്കളോടുള്ള സ്നേഹമായ ഏറ്റവും വലുത്. ഇനി ഇച്ചിരൂടെ കാര്യമായ നിലയിലുള്ള ബന്ധം പണ്ടൊക്കെ, ഇപ്പോഴതില്ല. അതുവരെ ഭാര്യ ഭർത്തൃബന്ധം, കർത്താവും ദൈവസഭയുമായിട്ടുള്ള ബന്ധവും അങ്ങനെയാണല്ലോ ഉപമിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ബന്ധമാ ഭാര്യ ഭർത്തൃബന്ധം. അതെല്ലാം ഇന്ന് ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പന്റെ അമ്മയുടെയും മക്കളോടുള്ള ബന്ധം, അങ്ങനെ എവിടെ നോക്കിയാലും സ്നേഹത്തിന് വിലയില്ലാതായിരിക്കും. പക്ഷെ ആ സ്നേഹം പോലല്ല ഈ സ്നേഹം. നമ്മെ സ്നേഹിക്കുന്നവൻ, ആ സ്നേഹത്തിൽ തന്നെ നിന്ന് ഒരുപാട് കാര്യം പറയാനുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമ്മെ സ്നേഹിച്ച് ചുമ്മാ ഞാൻ തന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞതല്ല, താഴേക്ക് ഇറങ്ങി വന്ന് നമ്മെ പോലെ
പാപമൊഴിയെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട് ജയം വരിച്ച ഒരു കർത്താവ് പറയുന്നേ, നമ്മെ സ്നേഹിക്കുന്ന ദൈവം. എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. പറയട്ടെ, എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. ഞാനിങ്ങ് ഇവിടെ ഇരിക്കേണ്ട ആളൊന്നുമല്ല. എന്നെ ചത്ത് നിത്യ നരകത്തിൽ പോകേണ്ട ഒരാളായിരുന്നു. പക്ഷെ എന്റെ കർത്താവ് എന്നെ സ്നേഹിച്ചു. സ്തോത്രം. ഞാനൊരു പാരമ്പര്യ ക്രിസ്ത്യാനിയാ. എന്റെ അപ്പച്ചനും അമ്മയും മരിച്ചുപോയി. അവരൊക്കെ കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ ചെറിയ പ്രായത്തിലൊക്കെ പണ്ടത്തെ റാന്തവിളക്കൊക്കെ പിടിച്ചിട്ട് ഓടും. അപ്പനും അമ്മയും ഒന്ന് മുറുകി നടന്നാൽ നമുക്ക് ഓടിയലേ പറ്റത്തുള്ളൂ. അങ്ങനെ കൂട്ടായ്മയ്ക്കൊക്കെ. പക്ഷെ വചനം അകത്ത് കയറി വെളിച്ചം കിട്ടി. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അല്ലെ ഇന്ന് എന്നേ പോയനെ. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് എന്റെ കർത്താവിനെ ആ സ്നേഹം ഒന്ന് അനുഭവിക്കാനിടയായി തന്നു. അപ്പം മറ്റുള്ള സ്നേഹം വേണ്ട എന്നല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ, ഏറ്റവും ഒന്നാം സ്ഥാനം ദൈവത്തിനാണ്. അത് പറഞ്ഞാൽ നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ വീണ്ടെടുത്ത് വിടിവിച്ച് ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവന് എന്നേക്കും മകൻ. അപ്പൊ നോക്കിയേ, നമ്മുടെ പദവികൾ നോക്കിയേ. നമ്മെ സ്നേഹിക്കുന്നവൻ, നമ്മെ വിടുവിക്കുന്നവൻ, തന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് ദൈവത്തിനു വേണ്ടി വന്നത്. അങ്ങനെയാണെങ്കിൽ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നീ ക്ഷീണിച്ചു പോകേണ്ട കാര്യമില്ല. കർത്താവ് എന്നെ വീണ്ടെടുത്തു, കർത്താവ് എന്നെ രക്ഷിച്ചു. സ്ഥിതി മാറ്റാൻ ദൈവത്തിന് കഴിയത്തില്ലേ? സ്തോത്രം. രാജ്യമാക്കിയില്ലേ? ദൈവത്തിന്റെ ഭരണത്തിൻ കീഴിലാ നീ ആയിരിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല പിതാവുണ്ട്. മാത്രമല്ല, ഒരു രാജാവുണ്ട്. ഒരു കൽപ്പന പുറപ്പെടുവിക്കാൻ ഒരു അധികാരമുള്ള ഒരു യേശുവാണ് നമ്മെ സ്നേഹിക്കുന്നതെന്നും നമ്മെ വീണ്ടെടുത്തു എന്നുള്ള ഉറപ്പ് ഇന്ന് രാത്രി നമുക്കുണ്ടാകട്ടെ. പുരോഹിതൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ നിന്ന് മധ്യസ്ഥ അണയ്ക്കുന്ന ഒരു ജോലിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ആ പദവിയുടെ ദൈവം തന്നിട്ടുണ്ട്. ആമേൻ. മറ്റുള്ളവരാരും നശിച്ചു പോകാതെ ദൈവസന്നിൽ നിന്ന്, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, നശിച്ചു പോകുന്ന ജനത്തിനു വേണ്ടി, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ ആക്കി വെച്ചു. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥന കുറയ്ക്കരുത്. അത് അധികമായി ചെയ്യണം. ചിലപ്പോൾ തടസ്സങ്ങൾ വരാം, പക്ഷേ നമ്മൾ ആ പദവിയിൽ നിന്നുകൊണ്ട് വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഉത്തരം അരുളുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് ജീവിക്കുന്ന ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയാൻ കഴിയട്ടെ. പ്രിയപ്പെട്ട അനിത സിസ്റ്ററോട് ദൈവാത്മാവ് പറയുക, പ്രാർത്ഥിച്ചു കൊണ്ട് നാളുകളായിരിക്കുന്ന ചില വിഷയത്തിന് മറുപടി താമസിക്കുന്നെന്ന് ഒരു ചിന്ത വന്നിട്ടുണ്ട്. പക്ഷേ താമസിക്കത്തില്ല. തക്ക സമയത്ത് അത് വെളിപ്പെടുത്തി കരുതി അനുഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവമാ എന്റെ ദൈവമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. ദൈവാത്മാവ് ഇടപെടുന്ന ആ വ്യക്തിപരമായിട്ട് ഇടപെടുന്നെങ്കിൽ ഞാൻ അത് പറയും. പ്രൈസല്ലോ. ഇതൊക്കെ ദൈവത്തിന്റെ വചനം ആലോചനയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്താൽ നമ്മുടെ ജീവിതത്തിന് വലിയ ചേഞ്ച് ഉണ്ടാകും. ഒരാള് തലേ കൈവച്ച് അല്ലെങ്കിൽ ഒരു പ്രവചനമായി പറയുന്നതിനെക്കാട്ടി വലിയ പ്രവചനം എന്ന് പറഞ്ഞാൽ തിരുവചനമാണ്. ഞാനും അങ്ങനെ ശുശ്രൂഷിക്കാറുണ്ട്. ദൈവാത്മാവ് നിയോഗം തരുമ്പോൾ അങ്ങനെ പറയാറുണ്ട്. പക്ഷേ അതിനെക്കാട്ടിൽ വലിയ പ്രവാചകൻ യേശു ക്രിസ്തുവാണ്. അതിനെക്കാട്ടി വലിയ പ്രവചനം ഈ തിരുവചനമാണ് എന്ന് നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മെ രാജ്യമാക്കി വെച്ചു. രാജ്യം എന്ന് പറയുമ്പോൾ കർത്താവിന്റെ അധികാരം, രാജാവാകുന്ന യേശുക്രിസ്തുവിന്റെ അധികാര പരിധിക്കുള്ള ആളാണ് നമ്മൾ. സ്തോത്രം. ഹല്ലേലൂയ. മാത്രമല്ല, നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലാൻ, പ്രാർത്ഥിക്കാൻ ഒരു അവകാശം ദൈവം നമുക്ക് തന്നിരിക്കുക. ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ആമേൻ, ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി അവന്റെ മക്കളാക്കി. സ്തോത്രം. അവിടെ ഒരു പദം എന്നെ വളരെ ചിന്തിപ്പിക്കുന്നുണ്ട്. 4-ാം അധ്യായം ഇപ്പൊ എടുത്തു വായിക്കേണ്ട, അതിന് ഇതിൽ നിന്ന് മാറിപ്പോകും എന്നല്ലോ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആമേൻ, വിശേഷാൽ നാം ദൈവത്തെ അറിഞ്ഞതല്ല, ദൈവം നമ്മെ അറിഞ്ഞു. അതാ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഞാൻ അങ്ങോട്ട് ചെന്ന് അറിഞ്ഞതല്ല. എന്റെ കഴിവും എന്റെ ബുദ്ധിയും എന്റെ പരിധിയും ഒക്കെ വെച്ചല്ല ഞാൻ അറിയത്തുള്ളൂ. പക്ഷെ എന്നെ ഉള്ളതുപോലെ അറിയുന്ന ഒരു നല്ല കർത്താവനെ അറിഞ്ഞു, എന്നെ സ്നേഹിച്ചു, എന്നെ രക്ഷിച്ചവന്റെ മകനും മകളുമാക്കി എന്നുള്ള ഉറപ്പ് ജീവിതത്തിലുണ്ടെങ്കിൽ അവൻ നിന്നെ വിട്ടു പോകുന്ന ദൈവമല്ല, നമ്മെ വിട്ടു പോകുന്ന ദൈവമല്ല. ആ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.
അവിടുത്തെ പദവികൾ പലതുണ്ട്. പത്രോസിന്റെ ലേഖനത്തിലും അത് കാണാനായിട്ട് കഴിയും. സ്തോത്രം. ദൈവത്തിന് വേണ്ടി വേർതിരിച്ച ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം ആക്കി വെച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മൾ വിശേഷതയുള്ളവരാണ്. നമുക്ക് കർത്താവിൽ വിശ്വസിക്കാനായിട്ട് കഴിയണം, ആശ്രയിക്കാനായിട്ട് കഴിയണം, പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. ദൈവം സ്നേഹത്തിന് പകരം ദൈവം നമുക്ക് വേണ്ടി സ്നേഹിച്ച്, നമ്മെ സ്നേഹിച്ച് എന്തെല്ലാം സഹിച്ചോ. അങ്ങനെയെങ്കിൽ കർത്താവിന് വേണ്ടി ചിലത് സഹിക്കാൻ നമ്മൾ തയ്യാറാകുമോ? സ്തോത്രം. ഇന്ന് അതിന് ആളുകൾ കുറവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിലെ വിശ്വാസ വീരന്മാരുടെ പട്ടിക നോക്കിയാൽ അവർക്ക് വേണമെങ്കിൽ ഉദ്ധാരണം പ്രാപിക്കായിരുന്നു, അവർക്ക് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കായിരുന്നു. പക്ഷെ കർത്താവ് നിമിത്തം അവരതിനെ വേണ്ട എന്ന് വെച്ചിട്ട് കർത്താവിന് വേണ്ടി ഭേദ്യമേറ്റെന്നാ പറഞ്ഞത്. ഭേദ്യമേറ്റു. ഒത്തിരി ഭാഗങ്ങളുണ്ട് വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ. നോക്കണമേ, ഉദ്ധാരണം കൈക്കൊള്ളാതെ യേശുവെന്നാണ് ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി ത്യാഗം സഹിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നത്തെ കാലത്ത് എല്ലാം ഇപ്പൊ ന്യൂ ജനറേഷൻ ചർച്ചുകളൊക്കെ ഉടലെടുത്തിരിക്കുകയാണല്ലോ. നല്ലതാ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ വചനമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. വീണ്ടും ജനിക്കാതെ ദൈവപൈതലായി നിൽക്കാൻ പറ്റത്തില്ല. ഒരുപാട് ബ്ലെസ്സിങ് ഉണ്ട്, എനിക്ക് അത് വേണേ പറയാം, പറഞ്ഞിട്ട് കാര്യമില്ല. വചനത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവപൈതലേ, ഇതെല്ലാം മാറിയാലും നിന്റെ ആത്മീയ ജീവിതത്തിന് മാറ്റം വരത്തില്ല, കോട്ടം വരത്തില്ല. പദവിയിൽ തന്നെ നിന്ന് കർത്താവിനോട് കൂടെ നമുക്ക് എത്തപ്പെടുവാൻ കഴിയും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. ഹല്ലേലൂയ. എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ, എല്ലാ സംശയങ്ങളും മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉറപ്പുള്ളവരായി മാറട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ വലിയ പദ്ധതി ചെയ്യുന്ന ഒരു അനുഭവം കൂടെ രാജ്യവും പുരോഹിതം. അതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ. ദൈവത്തിന്റെ അധികാര പരിധിക്കുള്ളിൽ, ദൈവത്തിന്റെ ഭരണത്തിന് കീഴിലായിരിക്കുന്ന ദൈവവൈതലേ, നിനക്ക് വേണ്ടി നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുമെന്ന് നിനക്കൊരു കണക്ക് കൂട്ടാൻ പറ്റുമോ? പറ്റത്തില്ല ദൈവവൈതലേ. സ്തോത്രം. എന്റെ ജീവിതത്തിലൊക്കത്തില്ല. എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യുന്ന എനിക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്തതുപോലെ വലിയ കാര്യങ്ങളെ എന്റെ കർത്താവ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ ആ പരിധിയൊക്കെ വിട്ടിട്ട് ഞാൻ ദൈവത്തിന്റെ രാജ്യത്തിലാണ്, ദൈവത്തിന്റെ മകനാണ്, മകളാണെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ദൈവകരങ്ങളിൽ കൊടുത്താൽ നിന്നെ കൊണ്ട് ദൈവത്തിന് വൻ കാര്യങ്ങളെ ചെയ്യിക്കാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി ആത്മാവാലോചന പറയുകയാ. ദൈവത്തിന് സ്തോത്രം. കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക, ജയമെടുക്കുക, ജയമെടുക്കുക. ജോർജ് വർഗീസിനോട് ദൈവമിടപെടുക, ജോർജ് വർഗീസിനോട് ദൈവമിടപെടുക. വിശ്വാസത്തിൽ ഒരു ഉറപ്പും ഒരു ധൈര്യമൊക്കെ വേണം. കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങ് ക്ഷീണിച്ചു പോകും. അത് വരരുത്. സ്വത്രം. ഒരു ഭയങ്കര ഉറപ്പ് വേണം. എന്റെ അപ്പൻ എന്നെ തെരഞ്ഞെടുത്തെങ്കിൽ, എന്നെ രക്ഷിച്ചെങ്കിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനാണെന്നുള്ള ഒരു ഉറപ്പ് ഉണ്ടായിരിക്കണം. ജോർജ് വർഗീസിന് വിശ്വാസവും ഉറപ്പും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങ് ക്ഷീണിച്ചു പോവുക, ചിലപ്പോൾ അങ്ങ് ക്ഷീണിതനായി മാറുകയാണ്. അങ്ങനെ വരരുതെന്ന് ഇന്ന് രാത്രി ആത്മാലോചന വരെ. കാരണം കർത്താവിന്റെ വലങ്കരത്തിന് പിടിച്ചിട്ടുണ്ട്. ഞാൻ ദൈവ മകനാണെന്നുള്ള ഉറപ്പ് ഈ രാത്രി പൂർണ്ണമായി ഉറയ്ക്കാൻ ദൈവാത്മാവ് പറയുക. ചില അവസ്ഥകളെ മാറ്റി ദൈവത്തിന് വലിയ കാര്യങ്ങളെ ചെയ്യാൻ ഉണ്ടെന്ന്, കുടുംബത്തിനകത്തുനിന്ന് ചിലരെ രക്ഷിക്കാൻ ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവാലോചന പറയുക. അതുകൊണ്ട് കർത്താവിൽ, വചനത്തിൽ ഉറയ്ക്കാൻ ദൈവാത്മാവ് സംസാരിക്കുക. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തന വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും. അവരുടെ കാര്യങ്ങളൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിത്യാത്മാവിനാൽ ദൈവത്തിന് തൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ, നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു. അതുകൊണ്ട് പറയുന്ന നോക്കണമേ, യേശുക്രിസ്തുവിന്റെ നിർമ്മലമായ നിർദോഷ രക്തം നമ്മുടെ മനസ്സാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ നീക്കി, പോക്കി, മാറ്റി എത്രയധികമായി ശുദ്ധീകരിക്കും. അവിടെ ഒരു പറയുന്നത് നിത്യാത്മാവിനാൽ
ആമേൻ. അപ്പൊ നോക്കണമേ, കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീരാൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ആ രക്തം നമ്മെ ദൈവത്തെ ജീവനുള്ള ദേഹികളായി ആരാധിപ്പാൻ തുറക്കപ്പെട്ട രക്തമാണ്. ആ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയപ്പോ നമുക്കെല്ലാം കർത്താവിക്ക് ചെയ്തു തരണമെന്ന് മാത്രമല്ല ഇവിടുത്തെ ആഗ്രഹം, ജീവനുള്ള ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. അവൻ സ്തോത്രം പറഞ്ഞ കരങ്ങളെ അടിച്ച് പാട്ട് പാടി അഭിഷേകത്തോട് ദൈവത്തെ ആരാധിക്കണം. ആരാധിക്കുന്ന ദൈവത്തിലെ അവൻ നിനക്ക് വേണ്ടി വലിയവ ചെയ്യാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ആരാധനയ്ക്ക് താൻ അഭിഷേകം ചെയ്യപ്പെടുന്നതിന് മുമ്പേ താല്പര്യമുള്ളവനായിരുന്നു. കിന്നരം വായനയിലൊക്കെ കാട്ടിൽ ആടിനെയൊക്കെ മേയ്ക്കാണ്ട് പോകും. അപ്പൊ ആരാധനയ്ക്ക് താൻ പ്രാധാന്യം കൊടുത്തു. സ്തോത്രം. വലിയ ആരാധന അർപ്പിച്ചു. രാജ്ഞി പറഞ്ഞു, അയ്യോ ഇതാരാ? ഇസ്രായേലിലെ രാജാവാണ്. അപ്പൊ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ അപ്പനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ട് എന്നെ അഭിഷേകം ചെയ്ത ദൈവത്തെ ഇനി ഞാൻ ആരാധിക്കും. അത് അന്നത്തെ കാഴ്ചപ്പാട് വെളിപ്പാടിൽ കൂടെ പറഞ്ഞതാ. ഇന്നിപ്പം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവ പൈതലേ, നീ ദൈവത്തെ എത്രമാത്രം ആരാധിക്കണമെന്ന വചനം നമ്മോട് പറയാം. മാത്രമല്ല, പരിശുദ്ധാത്മാവിനാൽ, നിത്യാത്മാവിനാൽ തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശുക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ജീവനുള്ള ദൈവങ്ങളായി ആരാധിപ്പാൻ നമുക്ക് കൃപ ലഭിച്ചു. ഒന്ന് സ്തോത്രം പറയാമോ ദൈവത്തിലെ? ഹല്ലേലൂയ. എല്ലാവരും ആ കരവിലത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേറുപെട്ട് ദൈവത്തെ ആരാധിക്കാൻ മാത്രമല്ല, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ആ ദൈവത്തിലെ അതാ ദൈവത്തിന്റെ ഇഷ്ടം. ആരാധിക്കാനാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. നമ്മെ പുരോഹിതന്മാരാക്കി തീർത്ത്, രാജ്യമാക്കി തീർത്ത്. ആമേൻ. ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. മേരിക്കുട്ടി ശാമുവേൽ, പ്രാർത്ഥന കുറയരുത്. പ്രാർത്ഥിച്ച്, ശക്തമായി പ്രാർത്ഥിച്ച് ദൈവകൃപ അനുഭവിച്ച ആളാ. പക്ഷെ ഇപ്പം വേണ്ട പോലെ ഒന്നും അങ്ങോട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല. ഈ ദിവസങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് മുൻപോട്ട് വരണമെന്ന് ദൈവാത്മാവ് പറയുക. നിന്നിൽ കൂടെ ചില പ്രവൃത്തികളൊക്കെ ദൈവത്തിന് ചെയ്യാനുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. സ്തോത്രം. ആമേൻ. കഴിഞ്ഞ നാളുകത്തെ അനുഭവങ്ങളൊന്നും ഓർത്താൽ ദൈവത്ര ശ്രേഷ്ഠമായിട്ടാണ് നടത്തിയത്. പക്ഷെ ഇപ്പൊ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഒക്കെ ഒരു മന്ദീഭാവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു മാറ്റം വരുത്തി എഴുന്നേറ്റ് പ്രകാശിക്കാം. നിന്റെ പ്രകാശം വന്നിരിക്കുന്ന യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയാം. സ്തോത്രം. ജി ബി മാത്യുവിനെ കുറിച്ച് ദൈവത്തിന് ഒരു ആഗ്രഹമുണ്ട്. ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്ന്. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ദൈവത്തിന് വേണ്ടി നിൽക്കാനാ ദൈവം കണ്ടിരിക്കുന്നത്. അപ്പൊ ചില ശോധനയിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നതിന്റെ പിൻപിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം മുൻപിൽ വന്ന് കർത്താവിന് വേണ്ടി നിൽക്കണം. മിരിയാൻ തപ്പെടുത്ത് ദൈവത്തെ ആരാധിച്ചെന്നാണ് കാണുന്നത്. അതുകൊണ്ട് ആരാധനയ്ക്ക് മുൻപന്തിയിൽ വരണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. അഭിഷേകത്തോടെ നിൽക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുക. അതിനായിട്ട് ഈ രാത്രി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനായിട്ടാണ് നമ്മെ കർത്താവ് വീണ്ടെടുത്തിരിക്കുന്നത്. അപ്പൊ ജീവനുള്ള ദൈവത്തെ ആരാധിക്കണം. ആരാധന നമ്മുടെ കർത്താവിന് നമ്മള് ആരാധന കൊടുത്തില്ലേലും ആരാധനയ്ക്ക് യോഗ്യനാണ്, അല്ലേ? സകല സൃഷ്ടികളും ദൈവത്തെ വാഴ്ത്തുന്നുവെന്നാണ്. പക്ഷെ നമ്മെ വീണ്ടെടുത്തതിന്റെ പരമപ്രധാനമായ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ കർത്താവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. കർത്താവിന്റെ ആ നിറവ് പ്രാപിച്ച് കർത്താവിന് വേണ്ടി ധീരതയോടെ നിൽക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ഉറപ്പുള്ളവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാം ജോൺ മാത്യു കർത്താവിന് വേണ്ടി ശക്തനായി നിൽക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം കണ്ടിട്ടുള്ള ഒരു വ്യക്തി ജീവിതമാണ്. അതുകൊണ്ട് ദിവസങ്ങളിൽ ഒന്നുകൂടെ സമർപ്പിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം.
പഴയ അവസ്ഥയിലേക്ക് പോകാതെ പാരമ്പര്യത്തിൽ കൊണ്ടുപോകണമെന്നാണ് പിശാചിന്റെ പദ്ധതി. എന്നാൽ അതിനെ പൊളിച്ചു കളഞ്ഞിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ ദൈവത്തിന് കഴിയും. ഉറപ്പോടെ വിശ്വാസത്തോടെ മുൻപോട്ട് വരണമെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടും. യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ വ്യാപരിക്കട്ടെ. പാരമ്പര്യമായി പിൻപറ്റി വരുന്ന എല്ലാ പോരുകളും യേശുവിന്റെ നാമത്തിൽ ആമേൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. രക്തം ജയം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നോക്കണമേ, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനായിട്ട് ഒരു തുറന്ന ആമേൻ ഒരു രക്തം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ ആ തുറക്കപ്പെട്ട വഴിയിൽ കൂടെ നമ്മൾ കർത്താവിന് സന്നി നിൽക്കുവാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കും. ആമേൻ. ഒരു വാക്യം കൂടെ നമ്മൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം കൂടെ. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര ഒട്ടിക്കുവാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നെ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. എന്തു കൊടുത്ത്? രക്തം കൊടുത്ത്. നമുക്കറിയാമല്ലോ, രക്തം രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ജീവൻ. ആ ജീവനും രക്തവും നമുക്ക് വേണ്ടി ഊറ്റി തന്ന് നമ്മെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി. ഈ ഉറപ്പുള്ളവരെല്ലാവരും ആ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ട്. സംശയത്തിന്റെ ആവശ്യമില്ല, ഭീതിയുടെ ആവശ്യമില്ല. ഈ രക്തം കൊണ്ട് നിന്നെ വിലയ്ക്ക് വാങ്ങിയെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ പിശാചിനോ ക്ഷുദ്രത്തിനോ മന്ത്രത്തിനോ തന്ത്രത്തിനോ നേർച്ച കാഴ്ചകൾക്കോ യാതൊരു ശക്തിക്കും നിന്റെ മേൽ അധികാരം ഇല്ല. സ്തോത്രം. ഇത് നമ്മൾ തിരിച്ചറിയുക. ആമേൻ. അപ്പൊ നോക്കണമേ, എവിടെ നിന്നൊക്കെ ഉള്ളവരെയാണ്? ഗോത്രത്തിൽ നിന്ന്, ഭാഷയിൽ നിന്ന്, വംശത്തിൽ നിന്ന് ഒക്കെ ഉള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ആമേൻ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ മക്കൾ പല ഭാഷക്കാരുണ്ട്, പല ജാതിക്കാരുണ്ട്, പല ദേശക്കാരുണ്ട്, എല്ലാവരും ഉണ്ട് ഭൂമിയിൽ. ആമേൻ. ഒരുപോലെ അല്ലല്ലോ എല്ലാവരും. പക്ഷേ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി ദൈവത്തിന്റെ സ്വന്തമാക്കി. കൊരിന്ത്യർ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ വിധ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിരാശയ്ക്ക് ആമേൻ, ഭീതിക്ക് ആമേൻ ഒന്നും സ്ഥാനമില്ല. നമ്മൾ ഉറപ്പുള്ളവരായി ധൈര്യമുള്ളവരായി ദൈവവചനത്തിൽ നിൽക്കുമെങ്കിൽ നമ്മെ സഹായിപ്പാൻ ദൈവത്തിന് കഴിയും. പിശാചിന് നമ്മുടെ മേൽ അധികാരം ഇല്ല, ലോകത്തിന് നമ്മുടെ മേൽ അധികാരമില്ല, മറ്റൊരു ശക്തിക്കും നമ്മുടെ മേൽ അധികാരമില്ല. ഒരുപാട് ഭാഗങ്ങളുണ്ട്. പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്ന ആ പാപം സംബന്ധിച്ച് മരിച്ച് 1 പത്രോസ് 2:24 എടുത്തു വായിക്കണ്ട. ഓട് പറയുന്നു, ആ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടത്. അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ പൈതലെ, യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടെ നിനക്ക് രോഗശാന്തി ഉണ്ട്. അവന്റെ അടിപ്പിണരേറ്റ് ആ അടിപ്പിണറിൽ കൂടി ഒഴുകിയ രക്തമാണ് നിന്നെ വീണ്ടെടുത്തതെങ്കിൽ നീ അഭിമുഖീകരിക്കുന്ന രോഗങ്ങൾക്ക്, ശാപങ്ങൾക്ക്, പ്രതിസന്ധികൾക്കൊക്കെ വിടുതൽ തന്ന് നിന്നെ സഹായിപ്പാൻ ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഇന്ന് രാത്രി ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അപ്പൊ ഞാനിപ്പോൾ ദൈവത്തിന്റെ വകയായിരിക്കുന്നു, ദൈവത്തിന്റെ മകനായിരിക്കുന്നു, ദൈവത്തിന്റെ മകളായിരിക്കുന്നു എന്ന ഉറപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കുള്ള അവകാശങ്ങളെ തരാൻ കർത്താവിന് കഴിയും എന്ന് ഇന്ന് രാത്രി ആത്മാവ് നമ്മോട് ഇടപെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഓമന ആലിസ് എന്തൊക്കെ ചെയ്തിട്ടും അതിന്റെ പൂർണ്ണത വരാതെ ആയിരിക്കുന്ന സാഹചര്യങ്ങളും അനുഭവങ്ങളും ഉണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഉറയ്ക്കട്ടെ, ഞാൻ എൻ്റെ ദൈവത്തിന്റെ വകയാണ്,
ഞാൻ എൻ്റെ ദൈവത്തിന്റെ മകളാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം എനിക്കുള്ളതാണ്. അത് ഞാൻ പ്രാപിക്കും. അത് ഞാൻ മറ്റാർക്കും കൊടുക്കുകയില്ല എന്നുള്ള ഒരു അനുഭവം. മറ്റാരും അതിൽ എന്നിൽ നിന്ന് അപഹരിക്കാൻ കഴിയത്തില്ല എന്നുള്ള ഒരു ഉറപ്പ് ഇന്ന് രാത്രി ഉണ്ടായിരിക്കണമെന്ന് ആത്മാവ് സംസാരിക്കുക. ആമേൻ. മനസ്സിന് ചാഞ്ചല്യം പോലെ ആമേൻ വരുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ അത് മാറ്റിയിട്ട് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുമെങ്കിൽ കർത്താവിന്റെ പ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യുമെന്ന് ദൈവാത്മാവ് വ്യക്തമായിട്ട് ഇടപെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില പോയിന്റുകളാണ് ഞാൻ പ്രസ്താവിച്ചത്. ഒരുപാട് സമയം നിൽക്കുവാനായിട്ട് ഞാൻ സമയമെടുക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഇതൊന്നും നമുക്കൊന്ന് മനനം ചെയ്യാൻ കഴിയട്ടെ. കർത്താവേ, ഞാൻ അങ്ങേക്ക് വിലപ്പെട്ടവളാണ്. ഞാൻ ആമേൻ അങ്ങയുടെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവളാണ്. ആമേൻ. എൻ്റെ പാപത്തിന്, എൻ്റെ ശാപത്തിന്, എൻ്റെ രോഗത്തിനൊക്കെ കാൽവറിയിൽ പരിഹാരം വരുത്തിയെങ്കിൽ ആ രക്തത്തിന്റെ വിടുതൽ എൻ്റെ വകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ തോൽക്കാൻ വിട്ടുകൊടുക്കത്തില്ല എന്ന് ഇന്ന് രാത്രി നമുക്ക് പറയാൻ കഴിയട്ടെ. അപവാദിയായ പിശാചിനെ തള്ളിയിട്ട് കളഞ്ഞിട്ട് ആമേൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ജയം തരുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രി ജീവിക്കുന്നു. ആമേൻ. ഇന്ന് ആരംഭത്തിൽ പറഞ്ഞത് വെളിപ്പാട് 12 11 വാക്യമാണ്. സ്തോത്രം. അവർ യേശുക്രിസ്തുവിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനത്താലും അവനെ ജയിച്ചു എന്ന് വായിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ തോൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവൻ ജയിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് വിശ്വാസം വേണം, ആശ്രയം വേണം, ഉറപ്പ് വേണം. അവൻ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ജയിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ചില കുഞ്ഞുങ്ങളോട് പരീക്ഷ എഴുതിയിട്ട് കഴിഞ്ഞപ്പോൾ ജയിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അറിയത്തില്ലെന്ന് പറയും. ഞാൻ ചോദിക്കും, നന്നായിട്ട് എഴുതിയിട്ടുണ്ടോ? നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാന്ന് ഞാൻ പറയും, മോളെ അതിനെ അല്ലേ മോനെ, അതിന് നിരാശയുടെ ആവശ്യമില്ല, അതിന്റെ ആൻസർ എഴുതിയെങ്കിൽ ദൈവം വിജയം തരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അത് ഉള്ളിൽ ഒരു സംശയമാണ്, സന്ദേഹമാണ്. അത് എടുത്തു മാറ്റിക്കളഞ്ഞിട്ട് ഉറപ്പോടെ പറ, ഞാൻ എൻ്റെ ദൈവത്തിന്റെ വകയാണ്. യേശുവിന്റെ രക്തം കൊണ്ട് എന്നെ വിലയ്ക്ക് വാങ്ങിയതാണ്. യേശുവിന്റെ രക്തം കൊണ്ട് എന്നെ വിലയ്ക്ക് വാങ്ങി രാജ്യവും പുരോഹിതനുമാക്കി തീർന്ന, എന്നെ സ്നേഹിച്ച് എൻ്റെ പാപം പോക്കി യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് ഞാൻ വിലയേറിയവനും വിലയേറിയവളുമായി തീർന്നിരിക്കുന്നു എന്ന ഉറപ്പ് ഇന്ന് രാത്രി പ്രാപിക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി വലിയവ ചെയ്യാൻ ദൈവം ശക്തനാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് രാത്രി നമ്മൾ ജയിക്കുന്നവരാണ്, നമ്മൾ തോൽക്കുന്നവരല്ല. ജയം വരിക്കുവാൻ നമുക്ക് കർത്താവ് അവകാശം തന്നിരിക്കുകയാണ്. നമ്മൾ മക്കളെങ്കിലോ അവകാശികളുമാകുന്നുവെന്ന് കർത്താവിന്റെ വചനമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഈ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും യേശു ക്രിസ്തുവിൽ അത് ഉവ്വെന്നാണ്. ആമേൻ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ടുള്ള ഉറപ്പ്, ധൈര്യം ഇന്ന് രാത്രി നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന വാക്കുകളോടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ രാത്രി ഇടപെട്ട വചനത്തിന്റെ മുൻപിൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. പ്രാർത്ഥന ആവശ്യമുള്ളവർ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഏത് വിഷയമായിക്കൊള്ളട്ടെ, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ആമേൻ. ഈ വചനങ്ങൾ അകത്ത് ഉറപ്പ് പ്രാപിക്കട്ടെ. ഞാൻ എൻ്റെ ദൈവത്തിന്റെ വകയാണ്. ദൈവം എന്നെ വിലയ്ക്ക് വാങ്ങിയതാണ്. അതുകൊണ്ട് യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ ജയം വരിക്കും. മാത്രമല്ല, നിത്യാത്മാവിനാൽ തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശുക്രിസ്തുവിന്റെ രക്തം എന്നെ ആരാധനയ്ക്ക്, ജീവനുള്ള ദൈവത്തെ ജീവനുള്ള ആരാധനയായി ആരാധിപ്പാനായിട്ട് ഒരുക്കിയിരിക്കുന്നു. ഞാൻ എൻ്റെ കർത്താവിന് ആരാധന അർപ്പിക്കും എന്ന് പറയാൻ തയ്യാറാകൂ. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ടുണ്ടല്ലോ. ദൈവാത്മ്യം ഇന്ന് രാത്രി എന്നോട് പറയുക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ അവസരം വേർതിരിക്കുകയാണ്. വിശ്വാസത്തോടെ കണ്ണുകളെ അടച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ വചനത്തിന്റെ ആലോചന ഒന്ന് ഏറ്റെടുത്തുകൊണ്ട് ആമേ പ്രാർത്ഥിക്കൂ. ദൈവം വലിയവ ചെയ്യാൻ പോകുന്നു. ആമേ കരങ്ങൾ ഉയർത്തിപ്പിടിക്കൂ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. അവിടുത്തെ ചുറ്റാകെ ഞങ്ങൾക്കിരുന്ന് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ശ്രമിക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഈ കേട്ട ജനത്തിന്റെ അകത്തളങ്ങളിൽ വലിയ ക്രിയയായി, വിടുതലായി, അനുഗ്രഹമായി
പൂർണ്ണമായി സൗഖ്യമായി വ്യാപരിക്കട്ടെ. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഈ അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരെ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള വിടുതൽ ഇന്ന് രാത്രി മുതൽ സംഭവിക്കട്ടെ കർത്താവേ. അതൊരു സാക്ഷ്യമായി തീരണം. അത് ഞങ്ങളോട് പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിന്റെ രക്തം ഹേതുവായി അവർ തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും അമ്മൻ ജയിച്ചു, സാത്താനെ ജയിച്ചു എന്ന് വായിക്കുന്നല്ലോ. അങ്ങനെയെങ്കിൽ ഈ രാത്രി ഈ നിന്റെ ജനത്തിന്റെ മേൽ ഒരു വിടുതൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അടുത്ത ദിവസങ്ങളിൽ അതൊരു സാക്ഷ്യമായി ഇവർ പറയത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവർത്തിച്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ഭാരങ്ങൾ നീങ്ങട്ടെ, പുതുവഴികൾ തുറക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇതുവരെ ക്ഷീണിച്ചിരുന്ന അവസ്ഥമല്ല, എഴുന്നേറ്റ് മുൻപോട്ട് ശക്തിയോട് ഗമിക്കുവാൻ തക്കവണ്ണം കൃപ ചെയ്യണം. അങ്ങയുടെ കരം ഈ നിന്റെ മക്കളുടെ മേൽ വെച്ചത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. വിടുതൽ നൽകും മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുകയും അവസരം നൽകുകയും ചെയ്ത പ്രിയദാസിയോടും എല്ലാ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കളോടും ദാസന്മാരോടും നന്ദി പറയുന്നു. പ്രാർത്ഥനയിൽ പലപ്പോഴും ഓർക്കണം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.